ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡിൽ വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാവുന്ന ഗോലി ബജീൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. കൂടെ നല്ലൊരു തേങ്ങാ ചട്നിയും കൂടിയും നല്ല ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് ഇന്നത്തെ റെസിപ്പി. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് 1 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് ആ കപ്പ് തന്നെ എല്ലാ അളവിന് വേണ്ടി ഉപയോഗിച്ചാൽ മതി. ഇതിലോട്ടൊരു 3 ടീസ്പൂൺ മുഴുവനായിട്ട് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ ടേസ്റ്റ് ഒന്ന് കയറി നിൽക്കുമ്പോഴാണ് കൂടുതൽ രുചി. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കാം. ഒരു ഇത്തിരി ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ പച്ചമുളക്, ഒരു പച്ചമുളക് തന്നെ ധാരാളമാണ്, പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളത് കറി ജീരകം അഥവാ നമ്മുടെ ചെറിയ ജീരകമാണ്. നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി തേങ്ങ ചിരകിയത് ഒരു 3 ടീസ്പൂൺ മുഴുവനായിട്ട്, അതായത് 2 ടേബിൾ സ്പൂണൊക്കെ ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെയല്ല തേങ്ങ കൊത്തായിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ, നമ്മുടെ അപ്പക്കാരം ഒരു ഇത്തിരി മാത്രം ചേർക്കുക, ഒരിക്കലും അളവ് കൂടി പോകരുത്. കൂടെ തന്നെ കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുള്ളതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ആദ്യം മിക്സാക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ്. ഞാനിപ്പോൾ 1 കപ്പ് മൈദക്ക് 1 കപ്പ് തന്നെയാണ് നമ്മൾ തൈര് എടുക്കുന്നത്. അപ്പോൾ പുളിയുള്ള തൈര് ഇതിന് വേണ്ടിയിട്ട് എടുക്കരുത്, അധികം പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട. തൈര് ചേർക്കുന്നതിന് മുന്നേ ഒന്ന് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ജസ്റ്റ് ഉടച്ചെടുത്തതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇനി ആ തൈര് ചേർത്ത പാത്രത്തിനകത്തോട്ടേക്ക് തന്നെ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ബാറ്റർ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഗോലി ബജി തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൻ്റെ മിക്സിംഗ് ആണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ശരിക്കും നമ്മളിങ്ങനെ ഒന്ന് പതപ്പിച്ച് കൊടുക്കില്ലേ, കൈ വെച്ചിട്ട് നമ്മൾ ഉഴുന്നുവടയിലൊക്കെ ഒരു ടിപ്പായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതോറും നമ്മുടെ ബാറ്ററിന് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ റെഡിയാകും. ശ്രദ്ധിക്കാനുള്ള കാര്യം വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോകരുത്. അപ്പോൾ ഒഴിച്ച് കഴിയുമ്പോൾ ഈ ഒരു പാകമാണ് കേട്ടോ, കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഞാൻ ഏകദേശം 1 മണിക്കൂർ ഒന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതൊന്ന് തയ്യാറായി വരുന്ന സമയം കൊണ്ട് ഇതിലോട്ട് കുറച്ച് തേങ്ങാ ചട്നി അരച്ചെടുക്കുക അല്ലേ. ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ എരിവിന് പച്ചമുളക് ഞാനിപ്പോൾ 1 മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 കശുവണ്ടി പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുക. ആവശ്യാനുസരണമുള്ള ഉപ്പും. കശുവണ്ടി പരിപ്പിന് പകരം പൊട്ടുകടല വറുത്തെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഗോലി ബജിക്ക് വേണ്ടി ചട്നി തയ്യാറാക്കി എടുക്കുമ്പോൾ ഒത്തിരി ലൂസായിട്ടുള്ള ചട്നി ഉണ്ടാകുമ്പോൾ അത്ര ടേസ്റ്റ് അല്ല കേട്ടോ. കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുമ്പോഴാണ് കണ്ടില്ല ഈ ഒരു പാകത്തിന് തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഒന്ന് നമ്മൾ വറുത്ത് ചേർക്കണം. അപ്പോൾ ഞാൻ കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് താളിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂറിലധികം ആയിട്ടുണ്ട്. ജസ്റ്റ് 1 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് ഒരേ ഡയറക്ഷനിൽ യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം തൈരൊക്കെ ചേർത്താണ്, ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വെക്കണം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ഇത്തിരി ബാറ്റർ എപ്പോഴും ഒഴിച്ച് നോക്കുക, ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടോ, പെർഫെക്റ്റ് ആണോ ബാറ്റർ എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് പൊങ്ങി വരുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർത്തതിൻ്റെ അളവ് കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഇത്തിരി സോഡാപ്പൊടി കൂടി ആ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പും മധുരവും എപ്പോഴും നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഏകദേശം ആ ഒരു കളറ് മാറി നല്ലൊരു ഗോലി ബജിൻ്റെ ഒരു കളർ അറിയാമല്ലോ. അപ്പോൾ ആ ഒരു കളറായി വരുന്ന രീതിയിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ചെയ്തെടുക്കരുത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാ ചട്നിയുടെ കൂടി ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ. ശരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ചായയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ശരിക്കും ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, തീർച്ചയായിട്ടും ഇഷ്ടമാവും. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.